എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1422ാമത് പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്കൊരു ചർച്ചയാണുള്ളത്. ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥികളായിട്ട് ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാർ തന്നെയാണുള്ളത്. ഇന്നത്തെ നമ്മുടെ വിഷയം നിപ്പയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഈ ചർച്ചയിൽ ആമുഖമായി സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി മറിയമ്മ ഡോക്ടറെ. പലരും ആവശ്യപ്പെടുകയുണ്ടായി നിപ്പയെ കുറിച്ചൊരു ചർച്ച വെക്കണമെന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിപ്പയെ കുറിച്ചൊരു ചർച്ച ഈ വേദിയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ തീർച്ചയായും നമ്മളുടെ ഓരോ സമയത്തും അതാത് സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും ഒക്കെയാണ് നമ്മൾ ഈ വേദി ഉപയോഗിക്കുന്നത്. അപ്പൊ തീർച്ചയായും ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഒന്നത് തന്നെയാണ് നമ്മുടെ ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായവും. അതുകൊണ്ട് ഇന്ന് കേരളം നേരിടുന്ന ഒത്തിരി രോഗാണുക്കൾ മൂലമുള്ള വിവിധ തര രോഗങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒത്തിരി ടെക്നോളജികൾ ഇന്നിപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഓരോ രോഗത്തെയും നമുക്ക് ഡയഗ്നോസ്റ്റിക് ലെവലിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. തീർച്ചയായും എന്തുകൊണ്ടാണ് ഈ നിപ്പ ഉണ്ടാകുന്നത്, അല്ലെ എന്നാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ 2018 ഇതൊരു വലിയ പ്രശ്നമായിട്ടുണ്ടായി. എന്നാൽ അതിനോട് അല്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇത് ആദ്യമായിട്ട് മലേഷ്യയിൽ ഉണ്ടായത്. അപ്പൊ അന്ന് ഈ രോഗം ഉണ്ടായി കഴിഞ്ഞ് കേരളത്തിൽ വന്നപ്പോൾ ശരിക്ക് അറിയുന്നില്ല. 1-2 പേര് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതെന്താണ് പെട്ടെന്ന് ഇങ്ങനെ മരിക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ നിപ്പ വൈറസ് ആണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലാകുകയും അതാണ് അന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. പക്ഷെ അതിന്റെ തുടർച്ച ഭാഗമായിട്ട് കേരളത്തിൽ ഏകദേശം 18ഓളം പേര് മരിച്ചു. ഏതായാലും മെജോറിറ്റി ആൾക്കാരും ഈ രോഗം വന്നവർ മരിക്കുകയുണ്ടായത്. അപ്പം യഥാർത്ഥത്തിൽ ഈ മരണങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നതിന് വ്യക്തമായി നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മസ്തിഷ്ക മരണങ്ങളായിട്ടാണ് ഇവയെല്ലാം തന്നെ വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരേപോലെ തന്നെ ഇപ്പോഴുണ്ടാകുന്ന ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ തന്നെ, എന്നാൽ അതിലും കുറച്ചുകൂടെ ഭീകര രീതിയിലാണ് ഇത് ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടത്. അപ്പോൾ തീർച്ചയായും അതെന്തുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ആൾക്കാരെ, പക്ഷെ അതിനകത്ത് കുട്ടികളുണ്ടായിരുന്നു, വലിയ ആൾക്കാർ, മുതിർന്നവരുണ്ടായിരുന്നു. അപ്പം അതിനർത്ഥം എല്ലാ വിഭാഗം ആൾക്കാരെയും ഇത് അഫക്റ്റ് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നവരെയാണ് ഇത് അഫക്റ്റ് ചെയ്തതായിട്ടാണ് അന്നത്തെ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പല രീതിയിൽ, സാധാരണ നമുക്കറിയാം ഇത് ഇപ്പൊ നമ്മൾ അറിഞ്ഞ് നമ്മൾ കേട്ടിടത്തോളം ഇതൊരു വൈറൽ രോഗമാണ്. അപ്പോൾ വൈറൽ രോഗമായതുകൊണ്ട് തന്നെ ഇത് എയർബോൺ ഡിസീസ് ആവാം. പക്ഷെ ഇവിടെ മൃഗങ്ങളിൽ നിന്ന് അല്ലെ പക്ഷികളിൽ നിന്ന്, പ്രധാനമായിട്ടും വവ്വാൽ എന്ന വിഭാഗത്തിൽപ്പെട്ട അവയുടെ സ്രവങ്ങളിൽ നിന്നും, ഉമിനീര്, കാഷ്ടം, ഇങ്ങനെയുള്ള പല രീതിയിലും ഈ രോഗാണുബാധയുള്ള വവ്വാലിൽ നിന്ന് അതിൻ്റെ സ്രവങ്ങൾ വരികയും ഈ സ്രവം നമ്മളുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യുമ്പോഴാണ് ഇതുണ്ടാകുന്നതായിട്ടാണ് പറഞ്ഞു കേട്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രോഗം അത് ഡയറക്റ്റായിട്ട് അവരിപ്പോ പറയുന്നത് ആ വവ്വാൽ കഴിച്ച പഴങ്ങൾ കഴിച്ചവർക്കാണ് വന്നതെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ അല്ലാത്തവർക്ക് ഉണ്ടായത്? അപ്പൊ അതിൽ നിന്നർത്ഥം വവ്വാല് കഴിച്ച പഴം കഴിച്ചവർക്ക് വരികയും അവരിൽ നിന്ന് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് എയർബോൺ ആയിട്ട് വന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ 2 സാധ്യതകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് എയർബോൺ ആയിട്ടും ഇത് പകരുന്നതായിട്ട് കാണും. പക്ഷെ അങ്ങനെയാണെങ്കിൽ
അത് വ്യാപകമായിട്ട് ഒത്തിരി പേർക്ക് വരേണ്ടതാണ്. അപ്പൊ അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരാതിരുന്നു എന്നൊക്കെയാണ് ആരോഗ്യ വിഭാഗം അവകാശപ്പെടുന്നത്. തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾക്ക് നമ്മളുടേതായ രീതിയിലൊക്കെയാണ് ചിന്തിക്കേണ്ടത്. നമ്മളുടെ ഒരു ഹോമിയോപ്പതി ശാസ്ത്രത്തിന്റെ സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു അസുഖത്തിനെയും ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലല്ല നോക്കിക്കാണുന്നത്. ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ വരുന്ന ഏത് രോഗിയെയും അവൻ ആ സമയത്ത് കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണോ എന്ന് നോക്കിയിട്ട് ആ രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ കണ്ടെടുത്തോളം വളരെ പെട്ടെന്ന് പനി ഉണ്ടാകുകയും പെട്ടെന്നുണ്ടായ പനി വളരെ വേഗത്തിൽ മൂർച്ഛിക്കുകയും അതിന്റെ ഭാഗമായിട്ട് തലച്ചോറിൽ അഫക്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ശ്വാസം ആള് അൺകോൺഷ്യസ് ആകുകയോ അല്ലെങ്കിൽ പിച്ചുമ്പയും പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയും ഒക്കെ അല്ലെങ്കിൽ എപ്പിലെപ്സി വരുന്ന പോലുള്ള ഫിറ്റ്സ് വരികയും ആ രീതിയിലുള്ള ലക്ഷണങ്ങളെല്ലാം ഇതിനുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം സ്വാഭാവികമായിട്ട് ഛർദിലുണ്ടാകാം, വയറിളക്കം ഉണ്ടാകും. ഇതെല്ലാം ഈ രോഗങ്ങൾക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിലുള്ളതുപോലുള്ള തന്നെ ലക്ഷണങ്ങളും ഇതിന് വരുന്നുണ്ട്. അപ്പം തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടത് ഓൾ ഓഫ് എ സഡൻ വരുന്നതായതുകൊണ്ട് നമ്മളുടെ മെഡിസിൻ ആ ഒരു രോഗലക്ഷണത്തിന്റെ രീതിയിൽ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നതിന് തന്നെ മുമ്പേ തന്നെ നമുക്കിത് മാറ്റാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്കറിയാം നമ്മളുടെയൊക്കെ മുന്നിൽ വരുന്ന വളരെ ചുരുക്കം കേസുകളാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ലെവലിലോട്ട് പോകുന്നത്. അതായത് ബ്ലഡ് പരിശോധിക്കുക, സ്രവങ്ങൾ പരിശോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പം സാധാരണഗതിയിൽ പറഞ്ഞാൽ ഇപ്പൊ ഈ വരുന്ന ഒരൊറ്റ കേസ് പോലും നമ്മളാരും ചികിത്സിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സിക്കാത്തിടത്തോളം കാലം നമുക്കത് അവകാശപ്പെടാനും പറ്റില്ല നമ്മളിത് മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും ഒരു ഡയഗ്നോസ് ചെയ്തൊരു കേസ് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ ആധികാരികമായിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള അവസരം നിലവിലില്ല. കാരണം ഒരു രോഗിയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ഒരു ആരോഗ്യ നിയമപ്രകാരം ഇങ്ങനെയുള്ളവരെ ഐസൊലേറ്റ് ചെയ്യുകയും അതിനെ പ്രത്യേക പ്രോട്ടോകോൾ വെച്ച് ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മരണപ്പെട്ടാലും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു, രോഗി മരിച്ചുപോയി എന്നുള്ള ഒരു രീതിയിൽ അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ അവസരം നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ അവർ ഡയഗ്നോസ് ചെയ്തോട്ടെ, ഒക്കെ ചെയ്തോട്ടെ, നമ്മളുടെ മരുന്ന് കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ചിക്കൻ ഗുനിയ പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ഇതിന് മരുന്നില്ല, ഞങ്ങൾക്ക് മരുന്നില്ല, അതുകൊണ്ട് തന്നെ ഉള്ള മരുന്ന് കൊണ്ട് ചികിത്സിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. ആ സമയത്ത് വളരെ വേഗത്തിലാണ് കേരളത്തിൽ തന്നെ ഏകദേശം 200-നടുത്ത് മരണങ്ങൾ, 180-നും 200-നും ഇടയ്ക്കുള്ള മരണങ്ങൾ ഉണ്ടായപ്പോഴാണ് നമ്മൾ ഹോമിയോപ്പതിക്കാർ ഇതിന് ചികിത്സ ഉണ്ട് എന്ന് പറയുകയും ആ ചികിത്സ വെച്ച് നമ്മൾ ചെയ്യുകയും അത് ചികിത്സിച്ചതോടെ പിന്നെ മരണങ്ങളില്ലാതായി. അപ്പം ആൾക്കാർ അതോടുകൂടി ഹോമിയോപ്പതിയിൽ ഇതിന് ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ രീതിയിൽ മാറുകയും ചെയ്തോണ്ട് എന്ന് പറഞ്ഞ പോലെ സാധാരണ മറ്റെല്ലാ വൈറൽ രോഗങ്ങളും ചികിത്സിക്കുന്ന പോലെ തന്നെ ഈ നിപ്പയെയും നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതിൽ ഒരു സംശയമില്ല. കാരണം ഈ ബ്രെയിൻ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങളെല്ലാം തന്നെ ആ രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ മെഡിസിൻ്റെയൊക്കെ സിംറ്റംസ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ ബെൽഡോണ വരാം, ബാപ്റ്റീഷ്യ വരാം. അതുപോലെ ബാപ്റ്റീഷ്യയുടെയൊക്കെ സ്റ്റേജ് എല്ലാവർക്കും അറിയാമല്ലോ. അവർ എങ്ങനെയാണ് കിടക്കുന്നത്, കട്ടിൽ കിടന്ന് കാണിക്കുന്ന ചേഷ്ടകൾ എന്തൊക്കെയാണ്, വേദന എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അതിൻ്റെ എപ്പിലെപ്സി വരുന്നത്, അല്ല ഫിറ്റ്സ് പോലുള്ള കണ്ടീഷൻ വരുന്നത്. അതുപോലെ തന്നെയാണ് ബെൽഡോണയ്ക്കാണെങ്കിൽ നമുക്കറിയാം നല്ല ചുവന്നുടുത്ത് പെട്ടെന്ന് അമിതമായിട്ട് ഛർദ്ദിക്കാം, പെട്ടെന്ന് ചൂട് കൂടാം, പെട്ടെന്ന് കൈയും കാലും തണുത്ത് ഐസ് പോലെ വരാം. അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനുകളും നമ്മുടെ മെഡിസിൻ അവിടെ വരുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ അന്ന് പറഞ്ഞ് അമീബിക് എൻസെഫലൈറ്റിസ് പറഞ്ഞ പോലെ തന്നെ മറ്റ് കൊപ്രമെറ്റ്, വെറേട്രം ആൽബം, ഇങ്ങനെയുള്ള വെറേട്രം വിറിഡ്, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ചിന്തിക്കുകയും നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കേസ് പോലും നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഒരു ഹോമിയോ ഡോക്ടർ ചികിത്സിച്ചതിന് ശേഷം ആശുപത്രിയിൽ വന്നപ്പോഴാണ് ഇത് എന്താണ്
നിപ്പയാണെന്ന് മനസ്സിലായെന്ന് പറയുന്ന ഒരു കേസ് പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ കേസുകളും അങ്ങനെയുള്ള കേസുകളെല്ലാം തന്നെ നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. ഒരുപക്ഷെ നാം അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള കേസുകൾ ചികിത്സിച്ചിട്ടുണ്ടാവാം, അത് മാറിയിട്ടുണ്ടാവാം. അപ്പൊ എന്തായാലും ഹോമിയോപ്പതിയുടെ സ്കോപ്പ് നമ്മളുടെ ഇന്നത്തെ ആരോഗ്യ വിഭാഗം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രിവെന്റീവും കൊടുക്കാൻ പറ്റും. ഹോമിയോപ്പതി പ്രിവെന്റീവ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ന രോഗത്തിനെന്നുള്ള രീതി അല്ല എന്നുള്ള സത്യം നമ്മൾ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ രോഗലക്ഷണങ്ങൾ ആ സമയത്ത് ആ പ്രദേശത്തുള്ള രോഗികൾക്ക് വന്ന രോഗലക്ഷണങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മളൊരു പ്രതിരോധ മെഡിസിൻ അതിന് കോമൺ ആയിട്ട് വരുന്ന ഒരു മെഡിസിൻ കണ്ടുപിടിക്കുകയും അതിനെ പ്രതിരോധമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ ബെൽറോണ 1 തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ് അതിന്റെ പ്രതിരോധം. പിന്നീട് ബാക്കിയുള്ള മെഡിസിനുകൾ ഏതൊക്കെയാണെന്നുള്ളത് ടോട്ടാലിറ്റി വെച്ച് ചെയ്യാം. പക്ഷേ അതൊക്കെയാണ് നമുക്ക് ഹോമിയോപ്പതിക്കാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനുള്ളൊരു ആത്മധൈര്യവും ആത്മവിശ്വാസവുമാണ് വേണ്ടത്. കാരണം നമ്മൾ ഈ കോവിഡ് കാലത്ത് ഇതുപോലെ തന്നെയാണ്, നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല, ഇത് ഞങ്ങളുടെ രോഗമാണ്, ഞങ്ങൾക്ക് മാത്രം ചികിത്സിച്ചാൽ മതി. പക്ഷെ ആ സ്ഥാനത്ത് നമ്മളൊക്കെ 10,000, 2,000, 10,000 ഒക്കെ ചികിത്സിച്ച ഡോക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ട്. ഒരാൾ പോലും മരിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വൈറൽ രോഗങ്ങൾ എന്തുമായിക്കോട്ടെ ചികിത്സ ഹോമിയോപ്പതിയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനായിട്ട് എല്ലാവരും ധൈര്യപൂർവ്വം നമ്മൾക്ക് വരുന്ന ഓരോ കേസും പഠിക്കാൻ ശ്രമിക്കണം. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആര് ചോദിച്ചാലും ഇപ്പൊ സാധാരണ രോഗികൾ പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടറെ നിപ്പയ്ക്ക് ചികിത്സയില്ലല്ലോ, നമുക്കെന്ത് ഒന്നുമില്ല എന്ന് ചോദിക്കാണ്ട് നമുക്ക് ധൈര്യപൂർവ്വം പറയാം നമുക്ക് ചികിത്സ ഉണ്ട്. പക്ഷെ ചികിത്സിക്കാനുള്ള അവസരം കിട്ടാഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെ പല കേസുകളും ചികിത്സിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഇപ്പൊ ഇങ്ങനെ തൽക്കാലം നമ്മൾ ഈ മൊബൈലിന്റെ പുറത്ത് ഇതെല്ലാം വെച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ ആരോഗ്യ പ്രവർത്തകർ മുന്നേറുകയാണ്. അതെല്ലാം നടന്നോട്ടെ. പക്ഷെ ചികിത്സയുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ നിലപാടാണ്. നമുക്ക് ചികിത്സ ഉണ്ട്. ആ ചികിത്സിക്കാനുള്ള അവസരം കിട്ടിയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ മേഖലയിലും വിദഗ്ധരാകും എന്നോ തന്നെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. നന്ദി ധനേഷ് ഡോക്ടറെ. ഡോക്ടർ നിപ്പയെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി. ഇനി ഇതിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ രോഗത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാനോ ട്രീറ്റ്മെന്റ് ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിന്റെ ലക്ഷണങ്ങൾ വെച്ചൊക്കെ എന്നൊരു അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഡോക്ടർ കാണുന്നുണ്ട്. ആര്? ശാന്താചന്ദ്രൻ ഡോക്ടർ ഒന്ന് വന്നിട്ടുണ്ട്. ഒന്ന് മറ്റുള്ളവര് ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാതെ. ദേവൻ ഡോക്ടർ ഉണ്ടല്ലോ. ദേവൻ ഡോക്ടർ ഉണ്ടോ? ഉണ്ട്. കണ്ടില്ലല്ലോ. അഡ്മിറ്റ് ചെയ്യാൻ പറയാം. ദേവൻ ഡോക്ടർ ഉണ്ട്. ദേവൻ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാവോ? ഞാൻ അഡ്മിറ്റ് ചെയ്തു. നമസ്കാരം. കേൾക്കുന്നില്ല? കേൾക്കാം. അതിലിപ്പോ നമ്മളിപ്പോ ഇതിനു മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. ഇതിന്റെ നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആവർത്തന വിരസമാകും എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. എന്തായാലും അങ്ങനെ ചിന്തിക്കണ്ട ഡോക്ടറെ. അങ്ങനെ ചിന്തിക്കണ്ട. ഇതൊരു പുതിയ അവസരമാണ്. ആ അവസരത്തിൽ നമ്മൾ വീണ്ടും പറഞ്ഞെങ്കിൽ പുതിയ ആൾക്കാർ കുറെ പേരുണ്ട്. അപ്പം അവർക്കൊക്കെ കാര്യങ്ങൾ അറിയണമല്ലോ. ഇത് 2018 കോഴിക്കോട് നിപ്പ വന്നപ്പോ അന്ന് 18 പേർക്ക് വന്നപ്പോൾ 16 പേരും മരിച്ചതായി. 18 പേർക്ക് കൺഫേം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ടപ്പോൾ 18 പേരിൽ 16 പേരും അതിൽ മരിച്ചുപോയി. അതിൽ ഒരു കുടുംബത്തിൽ തന്നെ 3 പേര് മരിച്ചു. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഒരു നേഴ്സ് മരിച്ചു. എന്നിട്ട് നേഴ്സിംഗ് സഹായിയായിട്ട് എന്നൊരു ലിനി പുതുശ്ശേരി വേണ്ട ഒരു നേഴ്സിംഗ് സഹായി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത് അതൊക്കെ അന്ന് അവരുടെ എഴുതിയ കത്തുകളൊക്കെ അന്ന് വളരെ വൈറലായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ആകെ ഭയസംഭ്രമങ്ങൾ ഉണ്ടായി. ജനങ്ങൾ ആകെ ചകിതരായി.
അങ്ങനെ ആകെ വളരെ മാത്രമല്ല പെട്ടെന്നുണ്ടായ ഒരു ലോക്ക്ഡൗൺ ജനങ്ങൾക്ക് ഒരു താങ്ങാനാവാത്തൊരവസ്ഥ വന്നു. ജോലികളൊക്കെ തടസ്സപ്പെട്ടു, ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ തടസ്സപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പിന്നെ ആകപ്പാടെ ജനം ബുദ്ധിമുട്ടിലായിരിക്കുന്നു. എന്നാൽ ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഈ 16 പേരിൽ 18 പേര് മരിച്ചു. പക്ഷെ 178 പേരുടെ സാമ്പിൾ അയച്ചതിൽ ഏതാണ്ട് 18 പേരൊഴിച്ച് ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ആരും അറിഞ്ഞില്ല. അതൊക്കെ പിന്നീട് സർക്കാർ രേഖകളിൽ വന്നു. ഈ 178 പേരിൽ ഈ 18 ഒഴിച്ച് ബാക്കിയൊക്കെ നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഈ 18 പേർക്കാണ് വന്നത്. അത് പിന്നെ മലേഷ്യയിൽ നിന്ന് വന്ന വവ്വാലാണെന്നും അതല്ല ഇനി എവിടുന്നാണ് വന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും കൃത്യമായിട്ട് ഇത് കോഴിക്കോട്ടേക്ക് തന്നെ എത്തി എന്നുള്ളത് തികച്ചും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. അതെന്തെങ്കിലും ആകട്ടെ. അപ്പോ അങ്ങനെ ഇരിക്കെ ഈ പിന്നെ നമ്മുടെ കോഴിക്കോട് മുക്കത്തുള്ള മണാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹോമിയോ ഡിസ്പെൻസറിയിൽ ഒരു ഗതികെട്ട ഒരു നാട്ടുകാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതമാർഗം എല്ലാം മുട്ടി, ഹോട്ടലുകൾ അടച്ചു, ചായക്കട അടച്ചു, പ്രൈവറ്റ് ബസ് ഓട്ടം നിർത്തി, കടകൾ അടയ്ക്കണം, കണ്ടെയ്ൻമെന്റ് സോൺ, സാമൂഹ്യ അകലം എന്ന് വേണ്ട കുന്തം കുടച്ചക്രം സർവ്വ സാധനങ്ങളും ഇതൊക്കെ വേണം. ശാസ്ത്രീയമാണ്, ഇതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ കൊറോണയിലും ഇതൊക്കെ ചെയ്തതാണ്. ആദ്യം 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിനെ നേരിട്ട് 2 ലക്ഷത്തോളം ആൾക്കാരിലേക്ക് പിന്നീട് അതെത്തി. അപ്പോൾ തികച്ചും ശാസ്ത്രീയത ആവശ്യം തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് അത് പിന്നെ ചൈനയിൽ നിന്ന് വന്ന 2 പേർക്കായിരുന്നു ആദ്യം കൊറോണ ഉണ്ടായിരുന്നത്. അതിനെ ശാസ്ത്രീയമായിട്ട് നേരിടുകയും ഈ 2 പേരുണ്ടായപ്പോൾ തന്നെ നമ്മൾ സാമൂഹ്യ അകലവും മറ്റേ കണ്ടെയ്ൻമെന്റ് സോണും ലോക്ക്ഡൌണും വരെ പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ട് അത് ലക്ഷങ്ങളിൽ ഒതുങ്ങി. ഇല്ലായിരുന്നെങ്കിലോ എന്ന് പറയുന്നവരുണ്ട്. ശരിയായിരിക്കണം. കാരണം അവരാണല്ലോ ശാസ്ത്രീയമായിട്ട് പഠിച്ചവർ പറയുന്നതിന് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ? അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ എന്തൊക്കെ ആട്ടെ, ഈ മുക്കം മണാശ്ശേരി എന്ന് പറയുന്ന ഡിസ്പെൻസറിയിൽ ചെന്ന് ഒരു സാധാരണക്കാരൻ പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ മാറുകയല്ല, എന്തെങ്കിലും ഒരു പ്രതിരോധ മരുന്ന് തരണമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന ഡോക്ടർ മരുന്ന് കൊടുത്തു. അത് അയാള് പുറത്തിറങ്ങി, അയാളുടെ ആത്മവിശ്വാസം കിട്ടിയതുകൊണ്ടായിരിക്കണം, പുറത്തിറങ്ങി നടന്നു. കാരണം ഇതിന് RCTയോ മറ്റേ റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയലോ മറ്റെന്തെങ്കിലും ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയോ ഒന്നും നടത്തിയിട്ടല്ല ഇത് കൊടുത്തത്. അപ്പോൾ ഇതിന് ശേഷം ഇത് നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ശാസ്ത്രീയമായിട്ട് ഇത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങി നടന്നത്. അദ്ദേഹത്തിന്റെ T സെൽസ് ഉത്തേജിപ്പിക്കപ്പെട്ടു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും വാക്സിൻ പോലെ തന്നെ ആയിരുന്നു അതും എന്ന് പറയാം. കാരണം വാക്സിൻ എടുത്തവർക്കൊക്കെ വരാം എന്നുള്ളത് പോലെ തന്നെ ഇത് എടുത്ത് ഏതായാലും ആത്മവിശ്വാസം കൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി കിടന്നു. ഇത് പലരും അറിഞ്ഞു, പലരും വന്ന് വാങ്ങിച്ചു. അങ്ങനെ ജനം മൊത്തം പുറത്തിറങ്ങി ജനത്തിന് ഇതിനോടുള്ളൊരു പേടി മാറി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ശാസ്ത്രവിശ്വാസി ഈ മരുന്ന് കഴിച്ചതിന് ശേഷം നേരെ അയാൾക്ക് എന്തോ ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. ഇത് അയാള് നമ്മുടെ പത്രങ്ങളിൽ വിളിച്ചു പറഞ്ഞു. പ്രമുഖ പത്രങ്ങൾ ഉടനെ അന്വേഷണം നടത്തി നമ്മുടെ DMOയോട് ചോദിച്ചപ്പോൾ DMO പറഞ്ഞു അങ്ങനെ ഒരു മരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മരുന്ന് ഹോമിയോപ്പതിയിൽ ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ കൊടുത്തത് അവരുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വന്ന സിംറ്റംസോ പിന്നെ നിലവിലുള്ള പനിക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ അന്ന് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രതിരോധ മരുന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിനൊപ്പം സഞ്ചരിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്കിതൊക്കെ ഓർമ്മയുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. നിലവിലുള്ള പനി. അപ്പൊ അതിന് തമാശയ്ക്ക് ചിലർ പറഞ്ഞു നിലവിലുള്ള നിപ്പയ്ക്ക് ഉള്ള മരുന്നാണ് എന്ന് പറയാം. കാരണം നിപ്പയ്ക്ക് മരുന്ന് ഇറക്കരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. നിപ്പയ്ക്ക് മരുന്ന് അലോപ്പതിയിൽ മോഡേൺ മെഡിസിനിൽ അത്യന്താധുനിക മെഡിസിൻ വിഭാഗത്തിൽ കണ്ടുപിടിക്കാത്തത് കൊണ്ട് മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അവർ തീരുമാനിച്ചതാണ്. അത് ശാസ്ത്രീയമായിട്ട് അവർ ഉറപ്പിച്ചു. കാരണം ഞങ്ങൾക്കില്ലാത്തത് വേറെ ആർക്കും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ചികിത്സിക്കരുത് എന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ പ്രതിരോധ മരുന്നിന്റെ പേര് നിലവിലുള്ള പനിക്കുള്ള മരുന്ന് എന്നായിരുന്നു. നിലവിലെ പനിക്കുള്ള മരുന്ന്, അങ്ങനെയാണ് ബോർഡൊക്കെ വെച്ചിരുന്നത്. എന്തായാലും ഈ നിലവിലെ പനിക്കുള്ള മരുന്ന് കഴിച്ചവർക്കൊക്കെ പ്രയോജനം കിട്ടി. അവരൊക്കെ പുറത്തിറങ്ങി നടന്നു. നമ്മുടെ ആൾസാൽബ് പോലെ തന്നെ വളരെ പേർക്ക് പ്രയോജനം കിട്ടി. അവരൊക്കെ പുറത്തിറങ്ങി നടന്നു. അപ്പോൾ ഇദ്ദേഹം വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുകയും പത്രക്കാർ അന്വേഷിച്ചപ്പം മരുന്നില്ല എന്ന് DMO പറയുകയും ചെയ്തപ്പോൾ ഇല്ലാത്ത മരുന്ന് കൊടുത്തു, വല്ലാത്ത പൊല്ലാപ്പലായി എന്നും പറഞ്ഞിട്ട് വെണ്ടയ്ക്ക നിരത്തി പത്രങ്ങൾ. കാരണം
ഇല്ലാത്ത മരുന്ന് ഇവിടുന്ന് കൊടുക്കും എന്നുള്ളത് സാമാന്യ യുക്തി പോലും. ഇല്ലാത്ത സാധനം കൊടുക്കാൻ നമ്മളെന്തോ വല്ല മന്ത്രവാദം വല്ലതും ഉണ്ടോ? കുട്ടിച്ചാത്തൻ സേവയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലാത്ത മരുന്ന് എടുത്ത് കൊടുക്കാൻ? എന്തായാലും പത്രങ്ങൾക്ക് ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ഹെഡിങ് ആയിരുന്നു വേണ്ടത്. അവരത് നന്നായിട്ട് വിനിയോഗിച്ചു. ബോക്സ് കോളത്തിൽ വാർത്ത വന്നു, ഇല്ലാത്ത മരുന്ന് കൊടുത്ത് പിന്നെ ഇവിടെ പ്രശ്നം. ഉടനെ ശാസ്ത്രീയ വിഭാഗം ഇടപെട്ട്. കാരണം ഈ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ആസ്ട്രേലിയയിൽ നിന്ന് മോണോക്ലോണൽ ആന്റിബോഡി വന്നു. ആന്റിബോഡി റെസവൈറിൻ അങ്ങനെ എന്തോ ഒരു പേരിലൊരു മരുന്ന് വന്നു. ആ മരുന്ന് ഈ മോണോക്ലോണൽ ആന്റിബോഡി പ്രയോഗിക്കുന്നതിനെ പറ്റി ഡോക്ടർമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനാൽ മരുന്ന് പ്രയോഗിച്ചില്ല. മരുന്ന് അതുവരെ ഒന്നും കണ്ടെത്താത്തത് കൊണ്ട്, മരുന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ മരുന്നൊന്നും പ്രയോഗിക്കാതെ മറ്റു നിരീക്ഷണ മാർഗങ്ങളും മറ്റു മാർഗങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഉറക്കം നിന്ന്, അവർ ശരിയാണ്, അവർ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. അവരുടെ വളരെ ഊർജിതമായിട്ടാണ് ഹെൽത്ത് വകുപ്പ് പ്രവർത്തിച്ചത്, അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. വളരെ ആർജവത്തോടു കൂടി അവർ പ്രവർത്തിക്കുകയും വളരെ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ടാസ്ക് ഫോഴ്സും റാപ്പിഡ് റെസ്പോൺസ് ടീം RRT അങ്ങനെയുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമും ഒക്കെ വന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അവർ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹോമിയോപ്പതിക്കാരുടെ സ്ഥിരം പരിപാടിയാണിത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നിയന്ത്രിക്കാൻ വെക്കുമ്പോൾ അവരില്ലാത്ത മരുന്നും കൊണ്ട് വരും എന്നും പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ നിർത്തുകയാണ്, ഞങ്ങൾ ഇപ്പൊ പൂട്ടുകയാണെന്ന് പറഞ്ഞു. ആരും വരണ്ടു പോകും, ആരോഗ്യമന്ത്രിയും വരണ്ടു പോയി. അപ്പോൾ ആരോഗ്യമന്ത്രി അന്വേഷിച്ചപ്പോൾ കഷ്ടകാലത്തിന് അന്നൊരു അറ്റൻഡർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അറ്റൻഡർ സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ രേഖകളാണ്, സർക്കാർ രേഖകളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ അറ്റൻഡർ സസ്പെൻഡ് ചെയ്ത് അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് ഇടപെട്ടു. ഞാൻ എൻ്റെ റോൾ അതിനകത്ത് ഉള്ളത് ഞാനിപ്പോൾ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടപെടേണ്ടി വന്നത് നമ്മുടെ ഗ്രൂപ്പുകളിൽ അന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഞാനൊരു 10:30 കഴിഞ്ഞ പേഷ്യന്റ് തീർന്നപ്പോൾ ഇവിടെ വരുന്നത്, ഊണൊക്കെ കഴിച്ച് വാട്സാപ്പ് എടുത്ത് നോക്കുമ്പോൾ 11 മണിയായി. 11 മണിക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ കോഴിക്കോട് ഒരു അറ്റൻഡറെ ഹോമിയോ മരുന്ന് കൊടുത്തതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു, മന്ത്രി ഓർഡർ ഇറക്കി എന്നുള്ളതാണ്. എനിക്ക് കേട്ടപ്പോൾ നെഞ്ചത്തൊരു ഭാരം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് വളരെ വിഷമം തോന്നി. ഇതെന്ത് ഒരാൾ ഒരു കാര്യം ചെയ്തു, അതുകൊണ്ടൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ട് റിപ്പോർട്ടില്ല. പക്ഷെ ഇവരിങ്ങനെ ഞങ്ങൾ ആശുപത്രി കൂട്ടും, നിങ്ങൾ ഇങ്ങനെ ഹോമിയോപ്പതിക്കാർ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇതൊന്ന് കൺട്രോൾ ചെയ്തേണ്ട വരികയായിരുന്നു, അപ്പൊ ഇവരിങ്ങനെ ചെയ്താൽ ഞങ്ങൾ ആശുപത്രി കൂട്ടും എന്ന് പറഞ്ഞപ്പം ആരോഗ്യമന്ത്രി ചെയ്തു. ആരോഗ്യമന്ത്രിയുടെ തെറ്റൊന്നുമില്ല അത്. അങ്ങനെ ചെയ്തപ്പോ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം ആരോഗ്യ മന്ത്രി അങ്ങനെ ഒരു ഓർഡർ ഇറക്കി കഴിഞ്ഞപ്പോ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ, പ്രൈവറ്റ് ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ അതിനെപ്പറ്റി ഇട്ടപ്പോ അതിനുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത്, ഈ സർക്കാർ ഡോക്ടർമാര് അല്ലെങ്കിലും നമ്മുടെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല, നമുക്കിപ്പോ അനങ്ങേണ്ട കാര്യമൊന്നുമില്ല, അവന്മാർക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതൽ, അവരനുഭവിക്കട്ടെ ഉള്ള രീതിയിലാണ് പ്രതികരണം വന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഇടതുപക്ഷത്തിനോട് ചോദിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഞങ്ങൾ ഈ പൊരുത്തം നോക്കി കല്യാണം കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പല കാര്യത്തിലും പൊരുത്തമുണ്ട്. വൈഫും ഇത് ചോദ്യം ചെയ്യേണ്ടതാണ്. വൈഫ് ഇട്ട ഒരു പോസ്റ്റ്, ഇടതുപക്ഷത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ട്, അങ്ങനെ ആ പോസ്റ്റ് ഇരുന്നപ്പോ അവിടുത്തെ വന്നത്, നമ്മളിപ്പോ അനങ്ങേണ്ട, അറ്റൻഡർക്കല്ലേ പണി കിട്ടിയിരിക്കണം, നമ്മൾ അനങ്ങാതിരുന്ന. ഒരു കൃഷ്ണേന്ദു എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അറിയാമോ? ഡോക്ടർ അറിയും. കൃഷ്ണേന്ദു എന്നൊരു ഡോക്ടർ മാത്രമാണ് അവിടെ അനുകൂലമായിട്ട് പ്രതികരിച്ചത്. ഇവിടെ ആരും പ്രതികരിക്കാനില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട്. അപ്പോ ഈ ആശങ്ക പണ്ടേ നമുക്കുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ആശങ്ക കൂട്ടായ്മ എന്നാണ് ഇപ്പൊ ഞാനുള്ള കൂട്ടായ്മ ISK ഒക്കെ വിളിക്കണം. ആശങ്ക. അപ്പൊ എനിക്ക് അപ്പോഴും ആശങ്ക, ഇത് നാളെ ഹോമിയോപ്പതിക്കെതിരെ വരും. ഇന്നൊരു അറ്റൻഡർക്കെതിരെയാണെങ്കിൽ നമ്മളിത് മിണ്ടാതിരുന്നാൽ നാളെ ഇത് ഹോമിയോപ്പതിക്കെതിരെ വരും. അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുകയും ഞാൻ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കുകയും, അദ്ദേഹം ഒരു സുഹൃത്തായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, കോഴിക്കോടുകാരനും കൂടിയായിരുന്നു, അതൊരു എല്ലാം കൂടി നമുക്ക് അനുകൂലമായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ആർജവത്തോടുകൂടി നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും ചില കാര്യങ്ങൾ ഞാൻ എന്നെ സ്വയം പറയല്ല, ഞാൻ പഠിച്ചിട്ടാണ് പറയാറുള്ളതെന്ന് അദ്ദേഹത്തിന്റെ ഒരു ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും. അദ്ദേഹം ഉടനെ അത് ഏറ്റെടുത്തു. അവര് 4 ഡോക്ടർമാര് മണാശ്ശേരിയിൽ മുക്കം നമുക്കറിയാം, മറ്റേ സിനിമാ പാട്ടൊക്കെ ഇറക്കി മുക്കത്ത് എന്താ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു പ്രേമ കഥയൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഇന്നാളൊക്കെ ഇറങ്ങി, മറ്റേ പൃഥ്വിരാജ് അഭിനയിച്ച എന്തെങ്കിലും ആട്ടെ. അങ്ങനെ മുക്കം മണാശ്ശേരിയിലേക്ക് ഇവര് ഒരു ടീം, ഒരു 4-5 പേര് ഇവര് ഡോക്ടർമാര് പോകുന്നു. അതിൽ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു, ഇതിന് കൂട്ടത്തില് വേറൊരു സുഹൃത്ത്, അടുത്ത ബന്ധം നമ്മൾ പറഞ്ഞാൽ നമ്മളൊപ്പം നിൽക്കുന്ന അങ്ങനെ ചില സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ വിളിച്ചു പറഞ്ഞു. അപ്പൊ അയാളും അങ്ങനെ അവര് അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോ അവിടെ ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരു പഞ്ചായത്ത് മെമ്പർമാരുടെയും ഇതിന്റെയൊക്കെ നേതൃത്വത്തിൽ ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുകയാണ്.
ഹോമിയോപ്പതിയുടെ ചരിത്രത്തിലുള്ള ഒരു ഉജ്ജ്വല സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. കൂടി നിൽക്കുകയാണ്. ഇവരങ്ങോട്ട് ചെന്നപ്പോൾ ഇവരോട് ചോദിച്ചാൽ എന്താ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കാര്യം. അകത്തേക്ക് കയറാൻ പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങണേ ഞങ്ങൾ പറയാൻ പറഞ്ഞു. അകത്ത് കയറിയിരുന്നു. കൂടുതൽ ഇതൊന്നും വേണം. അങ്ങനെ ഇവര് ഉടനെ ആരോഗ്യമന്ത്രിക്ക് ഫാക്സ് അയച്ചു. ഞങ്ങൾക്ക് ജീവിതമാർഗം മുട്ടിയപ്പോൾ ഈ ഡിസ്പെൻസറിയിൽ നിന്ന് തന്ന മരുന്ന് കൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അവർക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതും തെളിവാണ്. ഈ സസ്പെൻഷന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പേ അത് പിൻവലിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് ഓർഡർ ഇറക്കേണ്ടി വന്നു. നാട്ടുകാരുടെ ഇടപെടലാണ്, ഹോമിയോപ്പത്തിക്കാരുടെ. അത് മലബാറിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതേ സ്ഥാനത്ത് തിരുവിതാംകൂർ ആൾ വന്നിരുന്നെങ്കിൽ അവനൊരു പണിയുടെ ആവശ്യം ഉണ്ടായിരുന്നെന്നും ഈ മരുന്ന് മേടിച്ച് കഴിച്ച നാട്ടുകാർ ഉൾപ്പെടെ പറയും. കാരണം നമ്മൾ ഈ മലബാറിന് കുറച്ചുകൂടി ഒരു പ്രതികരണക്ഷമതയാണ്. അവർക്ക് ഞാൻ തിരുവിതാംകൂറുകാരൻ തന്നെ, എന്നാലും ഞാൻ പറയാം. കാരണം തിരുവിതാംകൂറിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത ആശങ്കയാണെന്നും അവന് പട്ടാന്നും പറയും. അതേസമയം മലബാറിൽ ജനം മൊത്തം അങ്ങോട്ട് ഇറങ്ങുകയും ഡിസ്പെൻസറിയുടെ മുമ്പിൽ തടിച്ചുകൂടുകയും അവർ ഫാക്സ് അയക്കുകയും മന്ത്രിക്ക് ഇത് പിൻവലിക്കേണ്ടിയും വന്നു. ഇത്ര ഉജ്ജ്വലമായ ഒരു ചരിത്രമുണ്ട്. ഇത് നമ്മൾ പിന്നീട് ഞാൻ പല പ്രാവശ്യം പല വേദിയിലും ഇതിന്റെ വേദിയിലും ഒക്കെ പറഞ്ഞ് നമ്മളിത് ഉയർത്തിപ്പിടിക്കണം. ഡിപ്പാർട്ട്മെന്റും തയ്യാറാവേണ്ടതാണ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിനകത്ത് തൊഴിൽ കുത്തുള്ളതുകൊണ്ട് ഇവരിത് ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലും അതത്ര വലിയ കാര്യത്തിൽ അതിനെ ഉയർത്തിപ്പിടിക്കാൻ ആരും ഉണ്ടായില്ല. പക്ഷെ അത്ഭുതകരം എന്ന് പറയട്ടെ, മരുന്നൊന്നും കണ്ടുപിടിക്കാതെ തന്നെ 3-ാം ദിവസം ഒരു പത്രപ്രസ്താവനയിലൂടെ നിപ്പ കേരളത്തിൽ നിന്നും പോയി. അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ നിപ്പ പോകാൻ പിന്നെ കണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിപ്പ കേരളത്തിൽ നിന്നും നിപ്പ വിമുക്തമായിട്ട് പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നത് ഈ ഒരു ശാസ്ത്രീയത ഇല്ലാതെ ഹോമിയോപ്പതിക്കാർ ഇങ്ങനെ ഇടപെട്ടപ്പം നിപ്പ പിണങ്ങിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ഒരു പഠനമൊന്നും നടത്താതെ RCT നടത്താതെ ഇങ്ങനെ മരുന്ന് കൊടുത്തപ്പം സ്വാഭാവികമായിട്ടും ഒരു ഇതില്ല. പിന്നെ തിരിച്ചു വരാം എന്ന് വാക്ക് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. 2019 വന്നു, ഇപ്പൊ ഇതാ വീണ്ടും വന്നു. നിപ്പയ്ക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഉള്ള ഒരു വൈറസാണ്. നമ്മുടെ കൊറോണ പോലെ തന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ കടയടച്ച പകരത്തില്ല, അങ്ങനെയൊക്കെ ചില കാര്യവിവരമുള്ളൊരു വൈറസാണ്. അപ്പൊ അങ്ങനെ ആണിത് വന്നത്. ഇനി ഇതാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ചരിത്രം പലപ്പോഴും അടയാളപ്പെടുത്തുന്നത് വ്യക്തികളുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ സംഭവങ്ങളുടെ പേരിലായിരിക്കും. പക്ഷെ അത് ഏറ്റെടുക്കാൻ ആൾക്കാരില്ലെങ്കിൽ അത് ചരിത്രം വിസ്മൃതിയിലേക്ക് പോകും. ഇത് വിസ്മൃതിയിലേക്ക് പോകാതിരിക്കാൻ ഞാൻ എഴുതുന്നുണ്ട്. കാരണം എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. വിസ്മൃതിയിലേക്ക് ഈ രേഖകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ മോണോക്ലോണൽ ആന്റിബോഡി ഫലപ്രദമല്ല എന്നുള്ള സർക്കാർ രേഖ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മരുന്നില്ലാതെയാണ് നിപ്പ കേരളത്തിൽ നിന്ന് പോയത്. മരുന്നില്ലാതെ പോകുന്നു, അതായത് അതിന്റെ കാരണം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ മരുന്നുകൾ. ഈ വൈറൽ ഡിസീസിനൊന്നും അലോപ്പതിയിൽ മരുന്നില്ല. അപ്പൊ നമ്മൾക്ക് പിന്നെ അവർ ആന്റിവൈറൽ ചില മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെ സെക്കൻഡറി ഇൻഫെക്ഷൻ മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രൈമറി സ്റ്റേജിൽ വർഷങ്ങളായിട്ട് നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഹാനിമാന്റെ കാലത്ത് തൊട്ട് സ്കാർലറ്റ് ഫീവർ വന്നപ്പോൾ ആദ്യ തവണ വന്നപ്പോൾ ബെൽഡോണയാണ് കൊടുത്തത്. നെപ്പോളിയന്റെ പട്ടാളക്കാരിൽ ബഹുഭൂരിപക്ഷത്തിനെയും ബാധിച്ച ടൈഫസ് വന്നപ്പോൾ അദ്ദേഹം ബ്രയോണിയ ബ്രസ്റ്റോക്സ് ആണ് കൊടുത്തത്. ഏഷ്യാറ്റിക് കോളറ വന്നപ്പോൾ കുപ്രമെറ്റ്, വറാട്രം ആൽവ്, കാംഫർ, ഇത് 3 കൂടിയാണ് കൊടുത്തത്. ഇങ്ങനെ അതിന്റെയൊക്കെ ഇതുണ്ട്, കൃത്യമായ ഇതുണ്ട്. എന്ന് വെച്ചാൽ അത് ഹോമിയോപ്പതി ഉപയോഗിച്ചവർക്ക് മരണം വളരെ കുറവായിരുന്നു. കാരണം പകർച്ചവ്യാധികൾക്ക് ഹോമിയോപ്പതി തന്നെയാണ് ഫലപ്രദം. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇത് ഏറ്റെടുക്കാനോ ഇത് പറയാനോ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നണം. ആത്മവിശ്വാസക്കുറവുണ്ട്. പിന്നെ നമ്മളത് ശാസ്ത്രീയമല്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ചോറിങ്ങും കൂറങ്ങും എന്ന മട്ടിലാണ് ഈ മറ്റേ കുഞ്ചൻ നമ്പ്യാരുടെ കവിത പോലെ ചോറിങ്ങും കൂറങ്ങുമാണ്. അങ്ങനെ നിൽക്കുന്നതും കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ നിരാശനാണ്. പക്ഷെ പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. നന്ദി ഡോക്ടറെ. അന്ന് നമുക്ക് ഒരു കമ്മിറ്റി ഇത് വന്ന് ഹോമിയോക്കാരോട് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് മരുന്നുണ്ടോന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ ഒരു ഉദ്യോഗസ്ഥൻ ഇല്ലാന്ന് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് അങ്ങനെയാണല്ലോ വന്നത്. മരുന്നില്ല എന്നുള്ള നിലവിലുള്ള പനിക്ക് നമ്മൾ ചരിത്രത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതിനെ എതിർത്ത ഡോക്ടർ പിന്നീട് ഇതേപോലൊരു സംഭവം
വ്യാപകമായിട്ട് കൊടുക്കുകയും അതിന്റെ പൈലറ്റ് സ്റ്റഡിയിലൊക്കെ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം ധനേഷ് ഡോക്ടറൊക്കെ ഉള്ളതാണ് ഫ്രഷ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് കേരളത്തിൽ, ഇന്ത്യയിൽ, ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ആൾസാബിനെ കുറിച്ച് പോസ്റ്റ് ഇടുന്നത്. ഞാനും ഡോക്ടർ സുനിൽകുമാറും കൂടിയാണ്. ഞാനാണ് ആ പോസ്റ്റ് തയ്യാറാക്കി അത് വാട്സപ്പ് വഴി മൊത്തം പ്രചരിപ്പിച്ചു. അന്ന് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ നടപടി ഞങ്ങൾക്കെതിരെ ക്രിമിനൽ ഇവന്മാരി കാണിക്കുന്ന ഹോമിയോപ്പതി എന്തെങ്കിലും കേട്ടാൽ ഉടനെ അങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒരു സ്ഥലത്ത് JCCയിലും പോലീസ് ക്ലബിലും ഒക്കെ പോയി കൊടുത്ത് ഫോട്ടോയും ഇട്ട് ഈ ആൾസാൽബ് കൊടുത്തതായിട്ട്. അപ്പൊ നമ്മള് ഒരു പ്രത്യേകത അതാണ്. ഇങ്ങനെ അതിനൊക്കെ നമുക്ക് ഒന്നും മറുപടി പറയാനില്ല. പിന്നെ ഇതൊക്കെ ഒരു വിഷമം കൊണ്ട് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നിപ്പയും ഒരു വൈറൽ ഡിസീസാണ്. നമ്മൾക്ക് ധൈര്യമായിട്ട് ചികിത്സിക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ RCT ഉണ്ടോന്ന് വെച്ചാൽ എൻ്റെ കയ്യിലില്ല. ഇനി ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാലൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം ഇതൊന്നും വെച്ചിട്ടല്ല കൊറോണയിൽ ചികിത്സിച്ചത്. ഇതൊക്കെ പിന്നെയാണ് വന്നത്. ആദ്യം വന്നത് ഇതല്ല. അപ്പൊ ആദ്യം അത് പറഞ്ഞതിനും ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്കെതിരെ അന്ന് ഞാനും സുനിൽകുമാറുമാണ്. അപ്പോ ഞങ്ങൾ മാത്രമാണ് അത് ഫോർവേഡ് ചെയ്തത്. ഫോർവേഡ് ചെയ്യാനും ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അന്ന് മടിയുണ്ടായിരുന്നു. കാരണം ലോകബാങ്കിന്റെ WHO ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു. മറ്റുള്ളവരാരും ഇതിൽ ഇടപെടരുത്, അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറക്ഷൻ ഞങ്ങളും ഇവരുടെ അത്രയും ബുദ്ധിയില്ലെങ്കിലും തീരെ മണ്ടന്മാരല്ല. CCRHന്റെ വെബ്സൈറ്റ് കോട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പോസ്റ്റ് ഇട്ടത്. കാരണം എന്തെങ്കിലും ഞങ്ങളോട് വെച്ചാൽ ഞങ്ങൾ പറയും വെബ്സൈറ്റിലുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ സ്വന്തമായിട്ടൊന്നും പറഞ്ഞു. അപ്പൊ ഇവന്മാരെയും എന്താ അവരെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവന്മാര് വിചാരിച്ച ഞങ്ങളും ഇത് കരുതിക്കൂട്ടി തന്നെ ചെയ്തത്. പക്ഷെ ഈ പിന്നീട് നമ്മളതിന്റെ ക്രെഡിറ്റ് ഒന്നും ഈ പറഞ്ഞ ഏറ്റെടുക്കാനൊന്നും പോയില്ല. പക്ഷെ ധനേഷ് ഡോക്ടർക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഗ്രൂപ്പിൽ ധനേഷ് ഡോക്ടർ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, അതിനു മുമ്പ് തന്നെ ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ പലയിടത്തും മീറ്റിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് പ്രവർത്തനം ഇല്ല എന്ന് തന്നെ പറയാം. എന്തായാലും അക്യൂട്ട് ഡിസീസുകൾ മാനേജ് ചെയ്യാൻ നമ്മൾക്ക് പറ്റും. അത് എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് പേഷ്യന്റ് ഇപ്പൊ കുറയുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവെ ഇപ്പൊ കുറവുണ്ട്. ഇത് എന്നോട് പ്രമുഖ ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ പരിമിതികൾ പഠിക്കാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോ പ്രമുഖ ഡോക്ടർമാർക്കൊക്കെ ഉൾപ്പെടെ ചികിത്സ കുറവുണ്ട്. കാരണം അക്യൂട്ട് ഡിസീസ് മാനേജ് ചെയ്യാതെ വന്നു കഴിയുമ്പോൾ അപ്പൊ ചിലർ പറയും ഞങ്ങൾ ക്രോണിക്ക് മാത്രമേ നോക്കൂ. ഈ ക്രോണിക്കിലേക്ക് ആൾക്കാർ ചെല്ലണമെങ്കിൽ അക്യൂട്ടിൽ ഇവിടെ ആൾക്കാർ തിക്കിത്തിരക്കി നിൽക്കുന്നത് കാണുമ്പോൾ കൂടിയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഒന്നത്. രണ്ടാമത് ഇയാളുടെ ഇപ്പൊ ക്രോണിക് ഡിസീസ് എടുക്കുന്ന പല ഡോക്ടർമാരുടെയും ദൂരെ നിന്നൊക്കെ വരുന്നവര് അവരൊരു അക്യൂട്ട് ഡിസീസ് ഉണ്ടാകുമ്പോൾ ഹോമിയോപ്പതിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഹോമിയോപ്പതി കൊണ്ട് കുറയുമ്പോഴാണ് അവർ ആ ഹോമിയോപ്പതിയിൽ ഉറച്ചു നിൽക്കുന്നത്. ഇവര് അറിയുന്നില്ല. അവരുടെ വീട്ടിൽ ഒരു പനി ഉണ്ടാകുമ്പോഴോ അവരുടെ വീട്ടിൽ ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്ന, ഇപ്പൊ എന്റെ പേഷ്യന്റും അങ്ങനെ ദൂരെ നിന്ന് വന്നവര് ഇപ്പൊ എന്നോട് ചോദിക്കാൻ ഞാൻ പറയും നിങ്ങൾ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടോളാൻ പറയും. അപ്പോൾ അങ്ങനെ കാണുന്നത് കൂടി കൊണ്ടാണ് ഹോമിയോപ്പതി ഈ അക്യൂട്ട് ഡിസീസ് മാനേജ് ചെയ്യാതെ ഹോമിയോപ്പതി വളർന്നിട്ടില്ല. ഹോമിയോപ്പതിയുടെ ചരിത്രം അതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഹാനിമാൻ തൊട്ടുള്ള ചരിത്രം എടുത്ത് പഠിച്ചു നോക്കും. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, ഹാനിമാൻ തൊട്ടുള്ള ചരിത്രം എടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കുന്നു. എപ്പോഴത് കൈയഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഒക്കെ ഹോമിയോപ്പതി പിന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്നത് കൊറോണ തൊട്ട് നമ്മൾ പലതരത്തില് അത് നമ്മളെ ആദ്യം ഒഴിവാക്കി. പിന്നെ നമ്മളുടെ ഡോക്ടർമാർ തന്നെ, എനിക്കറിയാം കൊല്ലത്തുള്ള ഒരു ബുദ്ധിജീവി ഒക്കെ ആയിട്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ക്ലിനിക്ക് അടച്ചത്. ഞാൻ ചോദിച്ചു അതെന്താ ഡോക്ടർ എങ്ങനെ അടച്ചത്? ഇതാർക്ക് ഇതൊക്കെ റിസ്ക് എടുക്കാൻ കഴിയുള്ളൂ? നമ്മൾ വെറുതെ ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് അവർ പറയുമ്പോൾ നമ്മൾ അനുസരിക്കും. അപ്പോൾ ഞങ്ങൾ അന്ന് ഫ്രഷിൽ കൂടി അന്ന് IFPHനുമായിട്ട് ഇത്രയും ഞാൻ സഹകരിക്കുന്നില്ല. ഫ്രഷിൽ കൂടി ആരും ക്ലിനിക്ക് അടയ്ക്കരുതെന്ന് പറഞ്ഞാൽ എത്ര പേര് അത് അംഗീകരിച്ചെന്നറിയില്ല. വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ അതുകൊണ്ട് നമുക്കിപ്പം ഈ ഒരു സാഹചര്യത്തില് ഇപ്പം വീണ്ടും ഈ നിപ്പയുടെ പ്രശ്നം വന്നിരിക്കുന്നു. നമ്മൾ ഹോമിയോപ്പതിക്കാർക്ക് അതിൽ എങ്ങനെ കയറി ഇടപെടാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ട് പോയാലേ പറ്റുള്ളൂ. എങ്ങനെയാണ് നമുക്കിപ്പം കേസ് കിട്ടാനായിട്ട് ഇപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് കേസ് കിട്ടത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പം മരണം സംഭവിച്ച കുട്ടിയുടെ വീട്ടിൽ ചെന്നാല് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്ന സിംറ്റംസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഉള്ള കേസുള്ള വീടുകളിൽ ചെന്ന് അതിന്റെ സിംറ്റം കളക്ട് ചെയ്തെടുത്താൽ പറ്റിയാലേ നേരിട്ട് നമുക്ക്
സിംറ്റം കളക്ട് ചെയ്യാൻ വീടുകളിലൊന്നും പോകണ്ട. ഇപ്പോൾ നവമാധ്യമങ്ങളിലും മറ്റ് ഇന്റർനെറ്റിലും ഒക്കെ പരതിയാൽ അത്യാവശ്യം സിംറ്റംസ് ഒക്കെ കിട്ടും. കോമൺ അതൊക്കെ സിംറ്റംസ് വെച്ചുകൊണ്ട് കിട്ടുന്നുണ്ട്. കോമൺ സിംറ്റംസ് കിട്ടുന്നുണ്ട്. കോമൺ നമുക്ക് സിംറ്റംസ് വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റിനെ നമുക്ക് ധൈര്യമായിട്ട് ചികിത്സിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇപ്പം ചികിത്സിച്ച് വരുമ്പോൾ ആണ് ശരിയാവുന്നത്. അല്ല ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ കോഴിക്കോട് നമുക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അങ്ങനെ ഇടപെടാനായിട്ട് അവിടെയുള്ള ഡോക്ടർമാർ ഒന്ന് തയ്യാറാണ്. രണ്ടാമത് അത് അതിന് ഈ പറഞ്ഞ നമ്മുടെ സംഘടനയിൽ തന്നെ ഉള്ളവർ പറയും അവർ ആവശ്യമില്ലാതെ കയറി സർക്കാർ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ അവർ കയറി ഇടപെട്ടു എന്ന് പറയും. പിന്നെ അക്യൂട്ട് ഡിസീസ് ആണ്. എന്താണ് അക്യൂട്ട് ഡിസീസിന്റെ ഡെഫിനിഷൻ? എൻഡ് ഇൻ ഡെത്ത് ഓർ റിക്കവറി. ചിലപ്പോൾ അതിന് എന്തെങ്കിലും സംഭവിക്കാം, അങ്ങനെ വരാം. 1000-ൽ 1 കേസായിരിക്കും. എങ്ങാനും ഒന്ന് സംഭവിച്ചാൽ ഈ ഹോമിയോപ്പതിക്കാരൻ തന്നെ ആയിരിക്കും നമ്മൾക്കെതിരെ ആദ്യം. കാരണം ഈ ഹോമിയോപ്പതിക്ക് അതൊരു ജന്മശാപ എന്നാണ് എനിക്ക് തോന്നണേ. അതങ്ങനെ ഉണ്ട്. ഈ അമേരിക്കയിൽ ഹോമിയോപ്പതി തകർന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയും മറ്റേ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ നിയമം എന്നൊക്കെ പറയും. നമ്മുടെ ഇടയ്ക്കുള്ള അടിയും അതിനൊരു കാരണമായിരുന്നു. അത് അമേരിക്കൻ ഹോമിയോപ്പതിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പറയാൻ പറ്റും. ഞാനത് പണ്ട് IFPHന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇട്ടിട്ടുണ്ട്. പണ്ട് ഇതിന്റെ പോസ്റ്റ്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇട്ടതാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഹെറിങ്ങിന്റെ കോളേജിന്റെ മറ്റുള്ള ചരിത്രങ്ങളും ഒക്കെ ഇത് ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു സിസ്റ്റം എന്ന നിലയ്ക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കാത്തതിന്റെ ഒരു കാരണം ഈ ഇൻഡിവിജ്വലൈസ്ഡ് വന്നപ്പോൾ നമ്മളൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളെ നമ്മളൊക്കെ ഒരാളെ എല്ലാവരും ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന ഹോമിയോപ്പതിയുടെ ഒരു മുഖമുദ്രയാണ്. പക്ഷെ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ജനറലൈസേഷൻ ഉണ്ട്. അതായത് എവിടെ നെഗറ്റീവ് ഉണ്ടോ അവിടെ പോസിറ്റീവ് ഉണ്ട്, എവിടെ കാതോടുണ്ടോ അവിടെ ആനോടുണ്ട്, എവിടെ പ്രോട്ടോൺ ഉണ്ടോ ഇത് പരസ്പരം ഇല്ലാതെ. അപ്പൊ അത് മനസ്സിലാക്കാതെയാണ് പലരും ഞാൻ മാത്രം ശരിയെന്നാണ് എല്ലാവരും പറയണം. അപ്പൊ പിന്നെ എങ്ങനെ ഇത് മുന്നോട്ട് പോകും? എല്ലാം ത്തിനും കൂടി ഉള്ള ഒരു രീതിയിൽ നമ്മൾ ഇതൊക്കെ ഒരു സ്വയം വിമർശനമായിട്ട് ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാണ് പറയണത്. ആർക്കെങ്കിലും അത് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വിഷമിച്ചോളൂ. ഞാൻ മനഃപൂർവ്വം പറഞ്ഞു. അവിടെ ലതാ മനോഹരൻ ഡോക്ടർ അഡ്രൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം പറയാമോ ഡോക്ടറെ? നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. നമസ്കാരം. ഡോക്ടറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മള് ക്രോണിക് കേസ് നോക്കുന്നവരും അക്യൂട്ട് കേസ് നോക്കുന്നവരും എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ വേണ്ട. കാര്യം എന്താ വെച്ചാൽ ക്രോണിക് കേസ് നോക്കുന്നവർക്കും അക്യൂട്ട് സ്റ്റേജ് ഉണ്ടാവും. അവർക്കും ഈ പനി ഉണ്ടാകാം, അവർക്കും ഈ പകർച്ചവ്യാധിയിൽ ആ പേഷ്യൻസും അനുഭവിക്കേണ്ടി വരും, അവരുടെ വീട്ടുകാരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും നമ്മൾ ക്രോണിക് കേസ് നോക്കുന്നവരാണെങ്കിലും ഒരു അക്യൂട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഫിസിഷ്യൻ, ആസ് എ കംപ്ലീറ്റ് ഒരു ഫിസിഷ്യൻ എന്നുള്ള നില ഓരോ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കാർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. അപ്പൊ നമ്മൾ ഈ ഒരു എമർജൻസി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം മറിയാമ്മ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ രോഗം ഉണ്ടായ സ്ഥലത്ത് ജനറൽ സിംറ്റം അല്ലാതെ ഈ ഇൻഡിവിജ്വലൈസേഷനും പർട്ടിക്കുലറായിട്ടും ജനറൽ സിംറ്റം അല്ലാതെ മൊത്തം എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളുടെ ആ ഒരു സിസ്റ്റം ആവശ്യം സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അതിനകത്ത് ഇടപെടുകയും അതിന് ഒരു ഇത് കണ്ടുപിടിക്കുകയും ചെയ്യുക. പിന്നെ ഈ ജനങ്ങളുടെ കാര്യം ഒരു എക്സാമ്പിൾ ഡോക്ടർ പറഞ്ഞു. ആ എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ ഒരു ജനങ്ങള് ഇതൊരു ആവശ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മുടെ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഇത് വേണമെന്നുണ്ട്. കാര്യം കൊറോണ വന്നപ്പോൾ ഒത്തിരി അലോപ്പതി ഡോക്ടർമാര് എൻ്റെ അടുക്ക വന്ന് ഇതിന്റെ പ്രിവെന്റീവ് മേടിച്ചുകൊണ്ട് പോയി. അവർക്ക് സാധാരണ അവിടെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് എന്നെ അറിയാവുന്ന ഡോക്ടർമാരായതുകൊണ്ട് അവരിവിടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഓരോരുത്തർക്കും മേടിച്ചുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. നമ്മൾ അത് പുറമേ അവർക്കത് പറയാൻ പറ്റിയല്ല. അവരുടെ IMA ചിലപ്പോൾ അത് ഉണ്ടാവൂല, അവർക്കെതിര് വരുമെന്നോർത്ത് അവരും മിണ്ടുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അവരും രഹസ്യമായിട്ട് ഇത് തന്നെ കഴിക്കും. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വം അവര് വരികയോ അവര് ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ഒരു കൂട്ടായ്മ ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, അത്രയും പേരെങ്കിലും ഒരുമിച്ച് നിന്നിട്ട് ഇതിനെ ഒന്ന് ഒരു
കണ്ടുപിടിച്ച് ഇതിന് പറ്റിയ മെഡിസിൻ ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആസ് എ പ്രിവെന്റീവ്. പിന്നെ ട്രീറ്റ്മെന്റിന് ആണെങ്കിലും ട്രീറ്റ്മെന്റിന് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അഥവാ വന്നാൽ ഈ സിംറ്റംസ് നമുക്ക് ഇപ്പൊ ഇതിന് അവർ പറയുന്ന പ്രോട്ടോകോൾ നമുക്ക് ബാധകമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിന് ഒരു കേസ് ടേക്കിങ്ങും അതിന് കണ്ടുപിടിക്കലും എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, നമുക്കൊരു കേസ് ഷീറ്റ്, കേസ് റെക്കോർഡിന്റെ ഒരു ഫോർമാറ്റ് ജനറൽ ആയിട്ട് എല്ലാ ഡോക്ടർമാർക്കും ഒരേപോലത്തെ ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈച്ച് ആൻഡ് എവരിത്തിങ് അതിനകത്ത് അവർക്ക് നോക്കിയാൽ, ഇപ്പൊ അലോപ്പതിക്കാരായിക്കോട്ടെ WHO തന്നെ ആയിക്കോട്ടെ, അവര് തന്നെയാണെങ്കിലും ഇത് എടുത്ത് നോക്കുമ്പോ ഇതിനകത്ത് സകലതും ഇരിക്കുകയാണ്, എവിഡൻസ് ബേസ്ഡ് തന്നെ ആകുകയാണ്. അപ്പം ബാക്കി സ്റ്റഡി നടത്തേണ്ടവര് നടത്തിക്കോട്ടെ, അതെ ഇത് വെച്ച് സ്റ്റഡി നമുക്ക് വെല്ലുവിളിക്കാം. അപ്പൊ അതേപോലെ ഒരു കേസ് ഫോർമാറ്റിന്റെ നെസസിറ്റി അത്യാവശ്യം നമുക്ക് ഇപ്പം വന്നിട്ടുണ്ട്. അത് എപ്പോഴും ഉള്ളതാണ്. ഈ ഇങ്ങനെയുള്ള പാർശ്വവ്യാധികൾ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഏറ്റവും നീഡായിട്ട് അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അത് എല്ലാവരും കൂടെ ഇപ്പൊ ഉള്ളവരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ സ്വന്തം ടൈം മുഴുവൻ IFPHന് വേണ്ടി ചെലവഴിക്കുന്ന ഡോക്ടർമാരാണ് ഇതിനകത്ത് കൂടുതൽ പേരുള്ളത്. വളരെ മെയിനായിട്ട് ഇതിന്റെ ഇതായിട്ട് ഇരിക്കുന്ന എല്ലാവരും, നിങ്ങളുടെ എല്ലാവരുടെയും ടൈം ഏറ്റവും കൂടുതൽ നമ്മൾ വന്ന് കാണുന്നു, കേൾക്കുന്നു, എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലായി. പക്ഷെ ദിവസവും ഈ ഇന്ററപ്റ്റ് ആയിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക, ഒരു മുടക്കവും ഇല്ലാതെ 3 ക്ലാസ്സുകൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെടുക്കുന്ന എഫർട്ട് എടുക്കുന്നത് പോലെ തന്നെ ഇതിനും ഒരു കുറച്ചും കൂടെ അതിന് പറ്റിയവരെ ഏൽപ്പിക്കുകയോ അതിന് പറ്റിയ ആളുകളെ ഏൽപ്പിക്കുകയോ. ഡോക്ടറെ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഇതിനുള്ള കേസ് ഫോർമാറ്റ് ഉണ്ട്. അതായത് റീച്ച് എന്ന് പറഞ്ഞ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിവെന്റീവ് സെല്ലില് ഇതിന് കേസ് റെക്കോർഡ് ഉണ്ട്. അതിന്റെ ഫോം എല്ലാവർക്കും കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ നമുക്കൊരു കുഴപ്പം പറ്റിയിരിക്കുന്നത്, റീച്ച് എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഹോമിയോപ്പതിയില് പ്രതിരോധത്തിന് വേണ്ടിയുള്ള വിഭാഗത്തില് ഓരോ ഡോക്ടേഴ്സും അതിലെ അംഗങ്ങളാണ്. അതിന്റെ ഓരോ തലത്തിൽ വെച്ച് വരുമ്പോൾ താഴെയുള്ള ഒരു പ്രൈവറ്റ് ഡോക്ടർ പോലും അതിനകത്തെ അംഗമാണ്. അപ്പൊ ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാല് ഓരോരുത്തർക്കും അത് കേസെടുത്ത് ഈ ഫോർമാറ്റിൽ നമ്മളുടെ ഡയറക്ടറേറ്റിൽ കൊടുക്കാം, അല്ലെ തൽക്കാലം അവിടെ ഉള്ള DMOയ്ക്ക് കൊടുക്കാം, ഏത് ജില്ലയിലാണെങ്കിലും. പക്ഷെ അങ്ങനെ ഒരു കാര്യം നടക്കാത്തതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം. അല്ലാതെ ഫോർമാറ്റ് ഇല്ലാഞ്ഞിട്ടല്ല. ഇത് ശരിക്കും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ഡോക്ടേഴ്സ് ആരൊക്കെയാണോ, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ ആരാണെങ്കിലും, ഈ ഫോർമാറ്റിൽ പൂരിപ്പിച്ച് നമ്മുടെ DMOയെ ഏൽപ്പിക്കാം. അങ്ങനെ കൊടുത്ത് അതനുസരിച്ചാണ് മെഡിസിൻ കണ്ടുപിടിക്കാനൊക്കെ ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു റീച്ച് വന്നതിന് ശേഷമാണ് നമ്മളുടെ ഈ പ്രതിരോധം പാളിയിരിക്കുന്നതും. കാരണം ഇങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ട് ഇതിനേക്ക് ആരും അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കേസുകൾ കിട്ടുന്നില്ല. കിട്ടി വരുമ്പോഴത്തേക്ക് താമസം നേരിടുന്നു. താമസം നേരിട്ടാൽ തന്നെയും നേരിട്ട് മരുന്ന് കൊടുക്കാൻ ഒരു നിയമമില്ല. ഇപ്പോൾ തന്നെ പലരും നമ്മളുടെ അടുത്ത് വന്ന് പ്രതിരോധം ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. പലവിധം പനികളുണ്ടല്ലോ, പ്രതിരോധം ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടേതായ രീതിയിൽ ആ ഏരിയയിലുള്ള കേസ് കണ്ടിട്ട് പ്രതിരോധം കൊടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറ്റുന്ന ഒരു കാലത്ത് ഹോമിയോപ്പതി പ്രതിരോധ രംഗത്ത് വളരെയധികം വിജയിച്ചിരുന്നു. അങ്ങനെയാണ് ഹോമിയോപ്പതിക്ക് പ്രതിരോധം എന്നുള്ള ഒരു പേര് തന്നെ വന്നിരുന്നത്. പക്ഷെ റീച്ച് എന്നുള്ളൊരു ഇത് വന്നതോടുകൂടി നമ്മൾക്ക് പ്രതിരോധത്തിൽ നിന്ന് വരെയും ഔട്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാം സ്ലോ ആയി. ഈ ഏറ്റവും ആദ്യമായിട്ട് റീച്ചിന്റെ കാര്യം വന്നത് നമ്മുടെ ചിക്കൻ ഗുനിയയുടെ കാര്യത്തിലാണ്. അന്ന് ചേർത്തലയിൽ ഞാനായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇത് അറിയിച്ചു. സെപ്റ്റംബർ 2-ാം തീയതിയാണ് ആദ്യത്തെ കേസ്, ഉത്രാടത്തിന്റെ അന്ന് 2-ാം തീയതി ആദ്യത്തെ കേസ് വരുന്നു. ഉടനെ തന്നെ ഡയറക്ടറേറ്റിൽ അറിയിക്കുന്നു. പ്രതിരോധം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് റെസ്ട്രിക്ഷൻ വന്നു. റീച്ച് കൂടിയിട്ട് മരുന്ന് കണ്ടുപിടിച്ചിട്ട് 18-ാം തീയതി മുതൽ കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇൻക്യുബേഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞു. എല്ലാവരിലേക്കും രോഗം പടർന്നു. അന്ന് കേസ് എടുത്ത് വൊമിറ്റിംഗ് എന്ന് വെച്ച് ആഴ്സാൽബ് കണ്ടുപിടിച്ചു. യൂപ്പറ്റോറിയം ആണ് വേൾഡ് വൈസ് കൊടുക്കുന്നത്. പക്ഷെ കണ്ടുപിടിച്ച് എല്ലാം പാളി.
അന്ന് മുതലാണ് നമ്മളുടെ പ്രതിരോധം തന്നെ ആരും അംഗീകരിക്കാതെ വന്നിരിക്കുന്നതും അത് നടപ്പാകാതെ വന്നിരിക്കുന്നതും. ഈ ഒരു രീതി മാറി റീച്ച് എന്ന് പറഞ്ഞാൽ അതിനായിട്ട് കുറച്ച് ഡോക്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവർ ആ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്ന സ്ഥലത്ത് പോയി അപ്പോൾ തന്നെ അതിനുള്ള കേസുകൾ എടുത്ത് അന്നേരം തന്നെ അതിന് ഒരു ദിവസം കൊണ്ട് തന്നെ അതിനൊരു പ്രതിരോധ മെഡിസിനോ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം വന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും വിജയിക്കാൻ പറ്റുള്ളൂ. അതോടുകൂടി പിന്നെ നമ്മളെ അടുപ്പിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. നേരത്തെ അങ്ങനെയല്ല. നമ്മളാണ് പ്രതിരോധം ഉടനെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എവിടെ നിന്നാണേലും വിളിച്ചിട്ട് നിങ്ങൾ എത്രയും വേഗം പ്രതിരോധം കൊടുക്കണമെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഒരു രംഗത്തുനിന്നും വരുന്നില്ല എന്നുള്ളതൊരു നിരാശ. ശരിക്കും ദേവൻ ഡോക്ടർ പറഞ്ഞ പോലെ നിരാശ തരുന്ന കാര്യം തന്നെയാണ്. ഹോമിയോപ്പതിക്ക് അതിന് പോലും അവകാശമില്ലാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഫോർമാറ്റ് ഇല്ലാതെ ഇല്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും ഞാൻ ഓർത്ത്, ഞാൻ ഇടപെട്ടില്ലെന്നേ ഉള്ളൂ. ഫോർമാറ്റ് ഉണ്ട്, റീച്ചിനൊരു ഹാൻഡ് ബുക്ക് ഉണ്ട്, ഹാൻഡ് ബുക്കിന്റെ അവസാനം ഈ ഫോർമാറ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കയ്യിലുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിന്റെ ഫോർമാറ്റ് കിട്ടത്തക്ക ഒരു PDF ആയിട്ട് ഒന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടും. അപ്പൊ എന്തോ ഡോക്ടറെ DMO വഴി അന്വേഷിച്ചാൽ, അല്ലെ ഗവൺമെന്റ് ഡിസ്പെൻസറികൾ അടുത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അത് കിട്ടും. ശരി ഡോക്ടർ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ റീച്ചിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ നമ്മൾ ഓരോരുത്തരും റീച്ചിലെ അംഗങ്ങളാണ്. നമുക്ക് കിട്ടുന്ന കേസ് അങ്ങോട്ട് അറിയിക്കുക, അതാണ് ചെയ്യുക. ഹരിഹരൻ സാറിന് സംസാരിക്കാം. നന്ദി ഡോക്ടറെ.